ഇല്ല, നമ്മൾ ഇരുപതിനുപ്പോഴാണ് കാണുന്നത്. 2 സ്റ്റാൻഡ് എടുത്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോകുന്നത്. ഹലോ, നമസ്കാരം, ജംഷിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഒരു ലോഡ് കയറ്റുന്നുണ്ട്. ഒന്ന് നോക്കി നോക്കിയാലോ. ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ആ വണ്ടർ കട്ടിന് ഒരു 3-4 ദിവസം മുമ്പ് നമ്മൾ വണ്ടർ കട്ടിന് വീഡിയോ ചെയ്തിരുന്നു. ഒരു സാധാരണ നോർമൽ കട്ടിങ് ചെയ്തിരുന്നു, അതേപോലെ ഒരു വണ്ടർ കട്ടിങ് ചെയ്തിരുന്നു. അല്ല, വണ്ടർ കട്ടിന് നമ്മൾ മുക്കം കൊടിയത്തൂർ എന്ന സ്ഥലത്തേക്കാണ്. ഏകദേശം 4000 സ്ക്വയർ ഫീറ്റുള്ളൊരു വീട്ടിലേക്കാണ് ഇപ്പോൾ സാധനം ലോഡ് കയറ്റിക്കൊണ്ട് നിൽക്കണമെങ്കിലേ. ഏകദേശം ഒരു ലോഡ് കൊണ്ടുപോയി, അതിൽ രണ്ടാമത്തെ ലോഡാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ട് നിൽക്കുന്നത്. 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ് വണ്ടില്ല വണ്ടർ കട്ടിനി എന്നത്. നമ്മൾ അത്യാവശ്യം നല്ല സൈസിലുള്ള നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മൾ വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. കുറേ എൻക്വയറി വന്നിരുന്നു. അപ്പോൾ തന്നെ ഇത് സോൾഡ് ആയിട്ടുണ്ട്. അതായത് നമ്മളത് വീഡിയോ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കസ്റ്റമർ സോൾഡായി. കൊണ്ടാകപ്പോൾ ഒരു 4 ദിവസം ഡിലേ ആയി. നമ്മൾ ചെറിയ അത്യാവശ്യം തിരക്കിലായിരുന്നു. അപ്പോൾ കൊണ്ടുപോകാൻ ഡിലേ ആയി. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ലോഡ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്ല, തിങ്കളാഴ്ച അവിടെ വർക്ക് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ലോഡ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ഐറ്റം വരുന്നത്. നമ്മൾ വീഡിയോ കാണിച്ചതിന് ഈ ഐറ്റമാണ് അത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈറ്റിലത്തെ വീഡിയോസും കാണിയൊക്കെ നമുക്ക് ലോണിൻ്റെ കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. സൈറ്റിലെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ സൈറ്റിലെത്തിട്ടോ. എന്താ സാധനം ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ മുമ്പ് ഒരു ലോഡ് ഇവിടെ തന്നെ ഇറക്കിയിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം ഇവിടെ മുറ്റൊക്കെ നല്ല വലുപ്പമുള്ള മുറ്റാണ്. പക്ഷേ എങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ചാര സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് 2 സ്റ്റാൻഡ് എടുത്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോകുന്നത്. ആ സ്റ്റാൻഡ് മേലാണ് ഇപ്പോൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. വർക്ക് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ നമുക്ക് ഈ വീട് ഒന്ന് കണ്ടാലോ. വീടിൻ്റെ ഉൾവശം ഈ വീട് കണ്ടില്ലേ, ഏകദേശം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ. അതേപോലെ തന്നെ ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇരുവഞ്ഞിപ്പുഴൻ്റെ വക്കത്താണ് ഈ വീടുള്ളത്. ഈ വീടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞത് വ്യൂ ഫുള്ള് വരുന്നത് ഇരുവഞ്ഞിപ്പുഴയ്ക്കാണ്. കണ്ടില്ലേ, ഇവിടുന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് അതേമാതിരി മാസ്റ്റർ ബെഡ്റൂം, കിച്ചണ്, താഴെയുള്ള ബെഡ്റൂമൊക്കെ വ്യൂ കിട്ടുന്നത് പുഴയാണ്. നല്ല വ്യൂ ഉള്ള വീടാണ്. നല്ല സ്റ്റൈലായിട്ട് റിസോർട്ട് പോലെ തന്നെ, അങ്ങനെ തന്നെ പറയാം, റിസോർട്ട് പോലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഹാളുണ്ടല്ലേ, ഹാളിലെ സെൻറ്ററിൽ ചെറിയൊരു കോർട്ട്യാർഡ് പോലെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഏരിയയാണ്. ഒന്നും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഒന്നുമല്ല. ഏകദേശം 5000 സ്ക്വയർ ഫീറ്റ് നമ്മൾ വീട് വരുന്നുണ്ട്. ഈ വീട് വരുന്നുണ്ട്. ഇതിൽ 4000 സ്ക്വയർ ഫീറ്റോളമാണ് നമ്മൾ മാർബിൾ വണ്ടർ കട്ടിന് ചെയ്തുകൊണ്ട്. ബാക്കിയുള്ള 1-2 ഏരിയ, ഇപ്പോൾ ലിവിങ് റൂം, അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഒരു ഏരിയ, അങ്ങനത്തെ ഒക്കെ വുഡാണ് ചെയ്യുന്നത്. മാസ്റ്റർ ബെഡ്റൂമും വുഡാണ് ചെയ്യുന്നത്. ഫ്ലോറ് ലിവിങ് റൂമും മാസ്റ്റർ ബെഡ്റൂമും വുഡാണ് ചെയ്യുന്നത്. സ്റ്റെയർ കേസും അതുപോലെ തന്നെ വുഡാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റെയർ കേസ് വുഡാക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തിക്നെസ്, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, 2 സ്റ്റെപ്പ് തമ്മിലുള്ള ഗ്യാപ്പ്, ഇത് നമ്മൾ മാർബിളും സിമെൻറ്റൊക്കെ വരുന്ന സമയത്ത് ഇത് ഫില്ലായി പോകും. അപ്പോൾ അത് കാഴ്ചക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് വുഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ ലാൻഡിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ലാൻഡിങ്ങിന് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ലാൻഡിങ്ങാണ്. ഏകദേശം ഒരു 100 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ലാൻഡിങ് വരുന്നുണ്ട്. ഈ ലാൻഡിങ്ങിന് വ്യൂ കണ്ടില്ല, നമ്മൾ ഇരുവഞ്ഞിപ്പുഴയാണ് കാണുന്നത്. നല്ല വിശാലമായിട്ട് ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ ഏരിയയാണ്. പിന്നെ മുകൾ ഭാഗത്തേക്ക് കയറാന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു ബെഡ്റൂം വരുന്നതാണ്. പാസേജ്, ചെറിയൊരു പാസേജിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അതുപോലെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് വരുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ചെറിയ ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് ബെഡ്റൂം. അതേപോലെ ബെഡ്റൂമിൽ വ്യൂ നേരെ പുഴയ്ക്കാണ്. ഈ വീട് വർക്ക് കഴിഞ്ഞിട്ടും നമ്മൾ ഹോം ടൂർ നടത്തും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ പറയാം. അപ്പോൾ നമ്മൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഫോളോ ചെയ്യുക. ഇതൊക്കെ അടുത്ത വീഡിയോ കാണാം.